പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ 7 മാസക്കാലം നമ്മെ കൺമണി പോലെ പരിപാലിക്കുവാനിടയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ നന്ദിയുള്ള ഹൃദയത്തോടെ ഒരു പ്രഭാതം കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 7-ാം മാസത്തിൻ്റെ 1-ാമത്തെ ദിനം മുതൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. അനേക വിഷയങ്ങൾക്ക് വേണ്ടി സ്വർഗം മറുപടി നൽകുവാനിടയായി. അസാധ്യമെന്ന് നിനച്ച വിഷയത്തിൻ്റെ നടുവിൽ അത്ഭുതകരമായ മറുപടി സ്വർഗം നൽകുവാനിടയായി. ദൈവവിധലേ, ഇന്ന് പ്രഭാതവും ദൈവസന്നിധി വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ദൈവം ഈ മാസവും നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. 7-ാം മാസം നീ പ്രാർത്ഥിച്ച, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയങ്ങളെ സ്തോത്രം ഈ 8-ാം മാസത്തിൽ കുഞ്ഞെ നീ അനവധി പ്രാർത്ഥനയുടെ മറുപടികളെ നീ അനുഭവിക്കുവാനിടയാകും. സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മാസമായി ഈ 8-ാം മാസം ദൈവം ഒരുക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. 9-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു. അനീതി നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നീതിക്കും സത്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ കയ്യൂക്കുള്ളവൻ അരങ്ങ് തകർക്കുമ്പോൾ സാധുക്കളായവരെ പീഡിപ്പിക്കുന്നു. അനേക സംഭവങ്ങൾ നാം ദിനവും കണ്ടുകൊണ്ടിരിക്കും. ന്യായമായ ആവശ്യങ്ങൾ പോലും എങ്ങനെ നടക്കുമെന്ന് അവർ അറിയാതിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം വേണ്ടതെല്ലാം പ്രവർത്തിച്ചു കൊടുക്കുമെന്ന് ഈ പ്രഭാതം പരിശുദ്ധാത്മാവിൽ പറയട്ടെ. തിരുവചനവും ഭക്തനും അങ്ങനെ തന്നെ പറയുന്നു, തിരിച്ചറിയുന്നു. ദൈവം തൻ്റെ ദാസന്മാർക്ക് വേണ്ടി ചെയ്യുന്ന നിരവധി വിഷയങ്ങൾ ഗാനരൂപത്തിൽ സ്തോത്രം ഈ സങ്കീർത്തനത്തിൽ കൂടെ ഭക്തൻ പാടിയിരിക്കുന്നു, ആലപിച്ചിരിക്കുന്നു. നീതി നിഷേധിക്കുന്ന എളിയവർക്ക് വേണ്ടി നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ന്യായാധിപനായും പീഡിപ്പിക്കുന്നവരെ തകർത്തു കളയുന്ന ഒരു ഭരണാധിപനായും എളിയവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്ന ഒരു നല്ല കർത്താവായും സാധുക്കളുടെ ആവശ്യങ്ങൾ കൃത്യതയോടെ നിർവഹിച്ചു കൊടുക്കുന്ന ദൈവമായും അവന് വേണ്ടി വാദിക്കുന്ന നല്ല ഒരു വ്യവഹാര ജ്ഞാനിയായും ദൈവത്തെ ഈ സങ്കീർത്തനത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാം സാറ ദമ്പതികൾക്ക് ദൈവം ഒരു മകനെ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് 24 വർഷം കഴിഞ്ഞു. ഇരുവരും വൃദ്ധരായി തീർന്നു. മാനുഷികമായ എല്ലാ സാധ്യതകളും അസ്തമിച്ചപ്പോൾ ദൈവം അവരുടെ അടുക്കൽ വന്ന് സ്തോത്രം അടുത്ത ആണ്ട് 1 വർഷത്തിനുള്ളിൽ നിന്റെ വാഗ്ദത്തം നിവർത്തിയാകുമെന്ന് അറിയിച്ചപ്പോൾ സാറാക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അതുപോലെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പുരുഷാരത്തെ അല്ലെങ്കിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത മറിയയുടെ ഉദരത്തിൽ ക്രിസ്തു ഉരുവാകുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ദൂതൻ അവളോട് പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു.
ഇന്ന് പ്രഭാതം ഈ 8-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിന്റെ വിഷയത്തിന് പരിഹരിപ്പാൻ കഴിയുന്ന സാധ്യവാനായ ഒരു ദൈവം നിന്നോടുകൂടെയുണ്ട്. ആമേൻ. തലമുറകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഏത് വിഷയങ്ങളിലും പരിഹരിപ്പാൻ, നമുക്ക് ഏത് ആവശ്യങ്ങളും നിവർത്തിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമുക്ക് നടത്തിത്തരണമെന്ന് നാം അപേക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മുടെ വിഷയത്തിൽ നീതി ഉള്ളതായിരിക്കണം. നീതിയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ദൈവം സാധിച്ചു തരികയില്ല. നമ്മിൽ സ്വന്തം ഹല്ലേലൂയ, നാം പറയുന്ന നമ്മുടെ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതുമായ സകല കാര്യങ്ങളും ദൈവം നന്നായി അറിയുന്നു. നമ്മൾ ദൈവത്തോട് പറയുന്നതും നമ്മുടെ മനസ്സിൽ നിരൂപിക്കുന്നതും പറയാനിരിക്കുന്നതും ആവശ്യപ്പെടുന്നതും എല്ലാം ദൈവത്തിനറിയാം. ആകയാൽ ഉത്തമമായ കാര്യങ്ങൾ മാത്രമാകട്ടെ നാം ചിന്തിക്കുന്നതും അപേക്ഷിക്കുന്നതും. ആമേൻ. ഒരു സ്തോത്രം, ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തി കിട്ടേണ്ടതിനായിട്ടാണ് എല്യാസർ പ്രാർത്ഥിച്ചത്. അവൻ്റെ കാര്യം ന്യായവും മറുപടി അർഹിക്കുന്നതുമായതിനാൽ ദൈവം അത് നടത്തിക്കൊടുത്തു. ആത്മഭാരവും ആത്മാർത്ഥതയുമുള്ള ദൈവമക്കൾ ദൈവനാമത്തിനായി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായി തീർത്തു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളത് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. നെഹമ്യാവ് എന്താഗ്രഹിച്ചുവോ, നെഹമ്യാവ് രാജാവിനോട് എന്ത് പറഞ്ഞുവോ അതുതന്നെ പൂർണ്ണമായി നിവർത്തിപ്പാൻ നെഹമ്യാവിന് കഴിഞ്ഞു. സാധുക്കളും എളിയവരും ആയവരുടെ ന്യായമായ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ഈ ലോകത്തിലെ നീതിയുള്ള ന്യായാധിപന്മാർ തയ്യാറില്ലെങ്കിലും രാപ്പകൽ നിലവിളിക്കുന്ന ഭക്തന്മാരുടെ വ്യവഹാരം ദൈവം നടത്തുക തന്നെ ചെയ്യും. ആമേൻ. എല്ലാവരുടെയും കുടുംബ പശ്ചാത്തലം ഒരുപോലെയല്ല. ചിലർ ഉന്നത പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്നവരാണെന്ന് അഭിമാനിക്കുമ്പോൾ മറ്റു ചിലരുടെ ജനനം സമൂഹം ചെറുതെന്നും ഹീനമെന്നും കണക്കാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കുടുംബത്തിലായിരിക്കും. അങ്ങനെ കഷ്ടതയുടെ സ്തോത്രം സ്ഥിതിയിൽ കൂടെ കടന്നു പോകുന്നവരെ സമൂഹം വെറുക്കുകയും ഒറ്റപ്പെടുത്തുകയും തള്ളിക്കളയുകയും ചെയ്യുവാനും സാധ്യതയുണ്ട്. ദൈവത്തിനു വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചവനാണ് ഏലിയ പ്രവാചകൻ. അവൻ ഒരിക്കൽ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞത് നിമിത്തം ഇസബേൽ തന്നെ കൊല്ലുവാൻ അന്വേഷിച്ചു. ഭീഷണിയുടെ മുമ്പിൽ മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാൻ ആഗ്രഹിച്ചവന് ദൂതൻ അപ്പവും വെള്ളവും കൊടുത്ത് ധൈര്യപ്പെടുത്തി. തുടർന്ന് തനിക്ക് ലഭിച്ച ദൈവനിയോഗം അനുസരിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോവ് പർവ്വതത്തിൽ താൻ എത്തിച്ചേർന്നു. അവിടെയും തന്നെ കാത്തിരുന്ന പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവം തന്നോട് ചോദിക്കുന്നത് നിന്റെ കാര്യം എന്താണെന്നാണ്. ആമേൻ. ഇന്ന് പ്രഭാതം പ്രിയ ദൈവവേദനെ, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ കാര്യം എന്താണ്? ആമേൻ. എന്നോട് പറക, ഞാൻ നിനക്ക് അത് ചെയ്തു തരും. എന്ത് നിനക്ക് ചെയ്തു തരേണം എന്ന് സ്തോത്രം ഹല്ലേലൂയ ഏലിയാവിനോട് ചോദിക്കുന്നു. ഒരു നീതിയുള്ള ന്യായാധിപൻ ചോദിക്കുകയാണ്, അവൻ നിനക്ക് എന്തു ചെയ്തു തരേണം? ഇന്ന് പ്രഭാതം നിന്റെ വിഷയം നീ വിശ്വസ്തയോടുകൂടെ നിന്റെ വിഷയത്തിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ പൈതരെ നിശ്ചയമായും ദൈവം മറുപടി നൽകുവാനിടയാകും. പലരുടെയും പലരും പറയുന്നത് പോലെ ഇത് ഭീഷണിയുടെയോ ആജ്ഞയുടെയോ ധ്വനിയല്ല. പകരം മകനെ, എന്താണ് നിന്റെ കാര്യം? ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. എന്ത് ചെയ്തു തരേണം? ദൈവത്തിൻ്റെ അനുകമ്പയുടെയും ആർദ്രതയുടെയും ശബ്ദമാണ് നമ്മുടെ കാതുകളിൽ ഈ പ്രഭാതം കേൾക്കുന്നത്. ദൈവമക്കൾ സ്തോത്രം പലപ്പോഴും ശക്തി കുറഞ്ഞവരും ലോക മനുഷ്യർ സംഘടിത ശക്തിയുള്ളവരും ആയിരിക്കാം. അശക്തരെ തകർക്കുവാനും നശിപ്പിക്കുവാനും അവർ ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കാര്യം ആരുടെ അടുക്കൽ പോയി പറയണമെന്നും എങ്ങനെ അതിൽ നിന്നും മോചനം ലഭിക്കണമെന്നും ഓർത്ത് ദൈവമക്കൾ ഭാരപ്പെടുന്നു.
ആമേൻ സ്തോത്രം. പ്രിയ ദൈവവൈദ്യരെ, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ബലമേറിയവൻ നമ്മോട് കൂടെയുണ്ട്, എല്ലാം നടത്തി തരും. ആമേൻ. നമ്മുടെ കാര്യങ്ങളും വ്യവഹാരങ്ങളും നടത്തി തരുവാൻ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവർക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ആമേൻ നാം ഉറപ്പുവരുത്തണം. നാം ഏതെങ്കിലും കാര്യങ്ങളിൽ അനീതിയോടെ പ്രവർത്തിച്ചാൽ നമ്മുടെ ന്യായമായ കാര്യങ്ങളിൽ പോലും ദൈവം ഇടപെടുകയില്ല. ആകയാൽ ദൈവഭയത്തോടുകൂടെ ജീവിക്കാം. ആമേൻ യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ ആമേൻ ചോദിക്കുക മാത്രം. അവൻ നിങ്ങൾക്ക് ആമേൻ സ്തോത്രം എത്രയും വലിയ കാര്യം ചെയ്തിരിക്കുന്നു, എത്രയോ വൻകാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നു. ആ ദൈവം ഇന്ന് പ്രഭാതം നിങ്ങളെ ഓർത്തുകൊള്ളും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആകയാൽ ഇന്ന് പ്രഭാതം നമുക്കും സങ്കീർത്തനക്കാരനോടുകൂടെ പറയുവാനിടയാകട്ടെ, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നീതിയോടെ വ്യവഹരിക്കുന്ന, ന്യായം പാലിച്ചു തരുന്ന നല്ല നാഥനെ, ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആമേ തൻ്റെ ദാസിദാസന്മാർക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്യണം. നീതിയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിച്ച തൻ്റെ മക്കളുടെ വ്യവഹാരം നടത്തി ആമേൻ ഹല്ലേലൂയ കാര്യം സാധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസിദാസന്മാരെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.